ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇറങ്ങാണ്. ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് അത്യാവശ്യം തണുപ്പുണ്ട്, പക്ഷെ ഓക്കെയാണ്. ഇപ്പം ടൈം 4 മണിയായി. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, ജസ്റ്റ് ഗ്രോസറീസ്. അപ്പോൾ അതിന് പോകുന്നുണ്ട്. അതല്ലാണ്ട് എവിടേക്കെങ്കിലും ഒക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കണേ. പിന്നെ ഇപ്പോൾ ഒരു 1.5 വീക്കിന് മേലെയായി ഇങ്ങനൊരു ഡേ ലൈറ്റിൽ ഞാൻ പുറത്തിറങ്ങിയിട്ട്. എനിക്ക് ഫുൾ അടുപ്പിച്ച് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഡേ ലൈറ്റിലൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ആയിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ എണീച്ചപ്പോൾ ഒക്കെ 12 o'clock ഒക്കെ ആയി നൈറ്റ് കഴിഞ്ഞ് വന്നിട്ട്. സോ ഇന്ന് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് വരാം. അപ്പം നമ്മൾ പോവാണ്. ഇന്നപ്പോൾ നമ്മുടെ അബിൻ ചേട്ടൻ്റെ ലെക്സസിലാണ് നമ്മൾ പോണേ. സോ പോവാം ഗൈസ്. അപ്പം നമ്മൾ വോളങ്കാങ് സെൻറ്ററിലേക്ക് പോവാണ്. എന്തിനാ പോണേന്നൊന്നും എനിക്കറിയില്ല. പറഞ്ഞു വോളങ്കാങ് സെൻറ്ററിലേക്ക് പോവാന്ന്. അത് കാരണം പോണതാ. കാര്യം ഇപ്പതേ ഞങ്ങൾ 4 മണിന്ന് പറഞ്ഞിട്ട് ഒരാൾ റെഡിയായി വരാൻ 5 മണിയായി. ഇപ്പം 4:48 സോ വാച്ചിൽ ടൈം കാണിക്കാന്ന് പറഞ്ഞിട്ട് ലെറ്റ് മീ ബി ഓണസ്റ്റ്, കം ഓൺ ഡാ. ഓക്കെ, 4:48 ഞങ്ങളപ്പോ വോളങ്കാങ് സെന്ററിൽ പോവാണ്. കാര്യം 5 മണിക്ക് അവിടെ എല്ലാം അടയ്ക്കും. പിന്നെ എന്തിനാണോ പോണേ, നോ ഐഡിയ. അതാണ് ഓസ്ട്രേലിയയുടെ മെയിൻ സ്പെഷ്യാലിറ്റി. ഒന്നുമില്ല. 5 മണി കഴിഞ്ഞാൽ പ്ലെയിൻ ബ്ലാങ്ക്. മിക്കവാറും ഇവിടെ നിന്ന് തന്നെ 5 മണിയാകും. നമ്മുടെ അബിൻ ചേട്ടൻ എക്സ്ട്രാ കെയർഫുൾ ആയിട്ടാണ് ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അബിൻ ചേട്ടന്റെ ലെക്സസ് തട്ടമ്പടത്തിരിക്കും. അബിൻ ചേട്ടൻ അപ്പൊ ഇപ്പൊ എക്സ്ട്രാ കെയർഫുൾ ആയിട്ടാണ് വണ്ടിയൊക്കെ ഓടിക്കുന്നത്. അതിന് കൊറേ റീസൺസ് ഒക്കെ ഉണ്ട്. നമുക്കപ്പൊ എന്താ അബിൻ ചേട്ടനോട് ജസ്റ്റ് ഒന്ന് ചോദിക്കാം, എങ്ങനെയാ അബിൻ ചേട്ടാ ഫൈൻ്റെ റേറ്റ് ഒക്കെ ഇവിടെ? ഫൈൻ നല്ല റേറ്റ് ആണ്. ഇപ്പം പുതിയ ഒരു ഇത് വന്നിട്ടുണ്ട്, ഫൈൻ എല്ലാം കൂട്ടിയിട്ടുണ്ട്. എങ്ങനെ സ്പീഡില് ഓവർ സ്പീഡ് ഇങ്ങനെ എത്രയാ? ഓവർ സ്പീഡ് ഇപ്പം എനിക്ക് ഇപ്പൊ ഉറങ്ങി കിട്ടിയതേ ഉള്ളൂ. അതൊരു 5 ഡീമെറിറ്റും $1,000 ഫൈൻ. $1,000 എന്ന് പറയുമ്പോ നാട്ടിലെ 55,000 ആണ്. ലൈക്ക് ഞങ്ങൾക്കൊക്കെ ഒരു 1.5 ആഴ്ചത്തെ പേ ആണ് ആ ഒരൊറ്റ ഫൈനിൽ അങ്ങോട്ട് പോണേ. ആ ഫൈൻ മാത്രമാണെങ്കിലും കുഴപ്പമില്ല. ഡീമെറിറ്റ് പോയിന്റ്സ് ഉണ്ട്, 5 ഡീമെറിറ്റ് പോയിന്റ്സ്. 13 ഡീമെറിറ്റ് പോയിന്റ് ആയ ലൈസൻസ് സസ്പെൻഡ് ആവും. ആകെ ഒരു ലൈസൻസിൽ 13 പോയിന്റ് ഉള്ളൂ. ലൈക്ക് 13 പോയിന്റ്സ് ആണ് നമുക്കൊരു ലൈസൻസിലുള്ളത്. അതിൽ ഒരു ഓവർ സ്പീഡിങ് അടിച്ചാൽ 5 പോയിന്റ്സ് പോകും. ഇപ്പൊ പബ്ലിക് പണ്ട് 3 ആയിരുന്നു. പിന്നെ അങ്ങനല്ല, ആക്ച്വലി 3 ആണ്. 80 സ്പീഡ് ലിമിറ്റിനെക്കാളും ഒരു 30 km/h പോകുന്നതെങ്കിൽ 3 ഡീമെറിറ്റ് ടു 5 ആണ് പോകുന്നത്. പക്ഷേ 45ന്റെ മേളിൽ പോവുകയാണെങ്കിൽ അത് ഡീമെറിറ്റ്. ചില നേരത്തെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് കളയും. എന്നാൽ ചില നേരത്തെ അത് 5 പോയിന്റ്സ് വെച്ച് തരും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്പീഡ് മാത്രമല്ല, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സിറ്റുവേഷൻ, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഓഫീസേഴ്സ് എന്നും പറയാൻ പറ്റത്തില്ല. ആ സിറ്റുവേഷൻ നമ്മൾ ഫുൾ സ്പീഡിൽ അങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈസൻസ് സസ്പെൻഡ് ആവും. ഇടയ്ക്ക് സ്പീഡ് എടുത്തിട്ട് നമ്മൾ പിന്നെ നോർമലായിട്ട് പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആ സ്പീഡിന് നമുക്ക് പെനാൽറ്റി തരും. പക്ഷേ നമ്മൾ ഫുൾ കണ്ടിന്യൂ ചെയ്യാത്ത കാരണം അവർ കുറച്ച് നമ്മളൊരു ഇത് ചെയ്ത് തരും. എന്താ പറയുക, ഒരു കുറച്ച് ലിമിറ്റ് ഇത് തരും കുറച്ച് നേരം. ലൈക്ക് അപ്പൊ എന്താ സ്പീഡിങ്ങിന് മാത്രം ഇപ്പൊ 5 ആണ്. ചില ദിവസം പബ്ലിക് ഹോളിഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ 5 എന്നുള്ളത് 10 ആവും. അതായത് ഇവര് ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം, ഇപ്പൊ ഏത് പബ്ലിക് ഹോളിഡേ ആണെങ്കിലും, ഇപ്പൊ മൺഡേ ആണ് ഒരു പബ്ലിക് ഹോളിഡേ വരുന്നതെന്നുണ്ടെങ്കിൽ അവര് അതിന് മുന്നത്തെ ഫ്രൈഡേ മുതൽ ഡീമെറിറ്റ് പോയിന്റ്സ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഫ്രൈഡേ തൊട്ട് അന്നത്തെ മൺഡേ എൻഡ് ചെയ്യണ വരെ ഡബിൾ ഡീമെറിറ്റും ഡബിൾ ഫൈനോ അങ്ങനെ എന്തൊക്കെയൊക്കെ വെക്കും. അപ്പൊ അത് പേടിച്ചിട്ട് പോലും ആരും പുറത്തിറങ്ങിയാൽ തന്നെ മാക്സിമം സേഫ് ആയിട്ട്. ആ സമയത്ത് ഫുള്ള് പോലീസ് ചെക്കിങ് കാണും. പിന്നെ അധികം വണ്ടികളും കാണത്തില്ലല്ലോ, അപ്പൊ പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. സ്പീഡിങ് മാത്രമല്ല, അന്ന് എല്ലാ ഒഫൻസും പിടിക്കും അവര്. അപ്പൊ അതിനുവേണ്ടി മാത്രമായിട്ട് നമ്മുടെ നാട്ടിലത്തെ പോലെ പോലീസ് ഇറങ്ങി നിൽക്കും. നാട്ടിലെ എപ്പോഴും ചെക്കിങ് കാണുന്ന പോലെ ഇത് ആ ഒരു ദിവസം കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ട് അവര് പിടിക്കാൻ വേണ്ടി മാത്രമായിട്ട് കുറെ പേര് നിൽക്കും. അങ്ങനെ തന്നെ കുറെ പേര് അവര് പിടിക്കും. ഞങ്ങൾ എന്നിട്ട് പിന്നെ ഓവർ സ്പീഡിങ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരണത് ഏതാ മെയിൻ ആയിട്ട് ഫൈൻ അടിക്കാൻ?
ഫോൺ യൂസ് ചെയ്യുന്നത് ഇവിടെ നല്ല ഡീമെറിറ്റ്, ആണോ? അതും 5 ഡീമെറിറ്റ് ആണ്. അതും എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഇതുവരെ ഹോൺ അടിക്കുന്നു ഇവിടെ ആരും ഹോൺ യൂസ് ചെയ്യില്ല. ഫോൺ ഉണ്ട്. ഞാനിത് ഐ മീൻ നമ്മളിപ്പോ കാഷ്വൽ നമ്മുടെ നാട്ടിൽ ബിലാലിന് ഫോൺ ബിലാൽ ഫോൺ നമ്മുടെ ഫോൺ ഫോൺ യൂസ് ചെയ്യണേന് നമ്മുടെ ബിലാലിനുണ്ട്. അത് ഫോണ് നമ്മളത് ഓൺ ആയിട്ട് നമ്മുടെ ബോഡി ടച്ച് ചെയ്യാൻ പാടില്ല. നമ്മുടെ ബോഡി പാർട്ടിൽ ആ ഒരു അടുത്ത് ടച്ച് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഓക്കെ, വി ആർ നോട്ട് യൂസിങ് ദ ഫോൺ. ബട്ട് ഫോൺ നമ്മുടെ ബോഡി ഓൺ ആയിട്ട് നമ്മുടെ ബോഡി എവിടെയെങ്കിലും ടച്ച് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ഓബിയസ്ലി അത് നമ്മൾ യൂസ് ചെയ്യുന്ന അവരെ പറയുന്നത്. അപ്പം അതിന് ഫൈനാ. അതിന് എനിക്ക് തോന്നുന്നു $600 ആണെന്ന് തോന്നുന്നു. ഇപ്പൊ എനിക്കറിയത്തില്ല, 400 400 തോന്നുന്നു. പക്ഷെ ഇനിയിപ്പോ പുതിയൊരു ഫൈനിന്റെ റേറ്റ് ഒക്കെ കൂട്ടിയത് പറഞ്ഞാൽ ഇനിയിപ്പോ അത് കൂടി കാണും. പക്ഷെ അതിന് 5 ഡീമെറിറ്റ് കേട്ടോ. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ ഫുൾ ലൈസൻസ് ഉള്ളതുകൊണ്ടാണ് ഫോൺ ഹോൾഡറിലെങ്കിലും വെക്കാം. പക്ഷെ എനിക്ക് ഗ്രീൻ പേ ആണ്. ഇവിടെ ഞാൻ 19ലാണ് ലൈസൻസ് എടുത്തത് ഇവിടെ. അപ്പോൾ 3 years മേക്ക് ആയില്ലെങ്കിൽ എനിക്ക് ഇതാണ് അതിന് താഴെയുള്ള ലൈസൻസ്, അതായത് P2 ലൈസൻസ് ഒക്കെ കിട്ടാം. അതിൽ ഫോൺ സ്റ്റാൻഡിൽ പോലും വെക്കാൻ പറ്റത്തില്ല, മാപ്പ് ഇടാൻ പറ്റത്തില്ല, അങ്ങനെ ഓരോന്നുണ്ട്. എനിക്ക് ഫോൺ അടുത്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഡീമെറിറ്റ് പോയിന്റ്സ് കിട്ടും. അപ്പം അങ്ങനെയാണ്. പിന്നെ ഫോൺ യൂസിങ് ഉണ്ട്, ഓവർ സ്പീഡിങ്, പിന്നെ ലോ വയലേഷൻ. ഇപ്പം നമ്മൾ കുറേ സമയം ഇത് ഓവർടേക്കിംഗ് ട്രാക്കാണ് അപ്പുറത്തെ സൈഡിലുള്ളത്. പക്ഷെ അതിനകത്ത് നമ്മൾ കുറേ നേരം അതിൽ തന്നെ ആ ലൈൻ യൂസ് ചെയ്യണം, ഇങ്ങോട്ട് മാറലാന്നുണ്ടെങ്കിൽ അതിന് പുൾ ഓവർ കിട്ടാറുണ്ട്. പിന്നെ റൈറ്റ് സൈഡിൽ യൂസ് ചെയ്യണം, പുൾ ഓവർ കിട്ടും. പിന്നെ റൗണ്ട് അബൌട്ടിൽ നമ്മൾ റൈറ്റ് സൈഡിൽ പ്രിഫറൻസ് കൊടുത്തില്ലെങ്കിൽ അതിന് ഫൈൻ കിട്ടും. പിന്നെ നമ്മള് ഗീവ് കൊടുത്തില്ലെങ്കിൽ സ്റ്റോപ്പ് സൈനിൽ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ. ഇവിടുത്തെ നിയമങ്ങളെല്ലാം സ്ട്രിക്റ്റ് ആണ്. പക്ഷെ അത് കാരണം സേഫ് എല്ലാവരും സേഫ് ഡ്രൈവിംഗ്. നാട്ടിലെ പോലെ ഭയങ്കരമായിട്ട് അഗ്രസീവ് ഡ്രൈവിംഗ് ഇവിടെ അഗ്രസീവ് ഇല്ലെന്നല്ല, ഉണ്ട്. ബട്ട് സ്റ്റിൽ അതൊക്കെ കുറച്ച് പേരെ കാണത്തുള്ളൂ, പെർമിറ്റഡ്. അത് കാരണം എല്ലാവരും ആ ഒരു നിയമം പേടിച്ചത് കാരണം എല്ലാം നിയമം പാലിച്ചാ നടക്കുന്നത്. അത് കാരണം എല്ലാം ഇപ്പൊ തന്നെ നോക്കിക്കഴിഞ്ഞാൽ റോഡൊക്കെ വണ്ടിയിലെല്ലാം സ്പീഡ് കറക്റ്റ് ആയിട്ട് എല്ലാവരും പോകുന്നത്. ലോ പാലിക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. പുള്ളോവർ അത് ഇതാ അണ്ടകറവും മഫ്തി പോലീസ്. ക്യാമറമാൻ വിളിച്ച് ഞങ്ങൾക്ക് നാട്ടില് മത്തി പോണ് സാധനങ്ങളൊക്കെ. അപ്പൊ ഇവിടെ ഒരു പാർക്കില് വന്നേക്കുവാ. ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ ഒരു പാർക്ക്. താഴേക്ക് ഒരു പാർക്ക് ഏരിയയില്. പക്ഷെ ഞങ്ങള് വീടിന്റെ പുറത്തിറങ്ങാറില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെയാണ്. ഒന്നാമത്തെ കാര്യം നാട്ടിലെ പോലും ഒന്നുമല്ല, പിള്ളേരൊന്നുമില്ല കളിക്കാൻ. ഉള്ള പിള്ളേരൊക്കെ പണിക്ക് പോവാ. നാട്ടിലെ പിള്ളേര് വിചാരിക്കുമ്പോ നമ്മുടെ സ്റ്റോറിയൊക്കെ കാണുമ്പോൾ വിചാരിക്കണ്ടാവില്ലേ, ഓ ദാറ്റ് ഗൈസ് ആർ ചില്ലിങ്. ഞാൻ കഴിഞ്ഞ ദിവസം ശരിയാ ലൈക്ക് ഇങ്ങനെ വരച്ചു വെച്ചേക്കണ പോലെ എനിക്ക് ഏറെ പരിചയമുള്ളൊരു സാധനം ഞാനിവിടെ കണ്ടു. വാഴ, കൊലക്കാത്ത വാഴ. പണ്ട് എന്റെയൊക്കെ വീട്ടിൽ പറയണ വാഴ വെച്ചാൽ മതിയായിരുന്നു. ഈ വാഴ ആയിരിക്കുമല്ലോ ഉദ്ദേശിച്ചത്, ഒരു ഗുണമില്ല. ഇത് വാഴയല്ലടി, അക്കേഷ്യ, ഓസ്ട്രേലിയൻ അക്കേഷ്യ. എടാ വാഴയാടാ, കൊടപ്പനുണ്ടെന്ന് തോന്നുന്നു. ദേ വാഴ ഒന്നല്ല, ദേ കൊടപ്പൻ. അതൊന്നുമല്ല, ഇത് വേറെ സാധനം. വാഴത്തെ ഇങ്ങനെ മുളച്ചു തന്നെ. അപ്പൊ നമ്മള് ബീച്ചിലേക്ക് പോവാണ്. ഇറങ്ങാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ ഈ ചെരുപ്പൊക്കെ ഇട്ടോണ്ട്. പിന്നെ ഇറങ്ങാനും പറ്റില്ല, ഭയങ്കര തണുപ്പാ, കൈയൊക്കെ മരച്ചു. ഓ കൊള്ളാം. അത് പോയി CBR അവനെ കാണിക്കണോക്കി, കൈ വിട്ടിട്ട് ഇങ്ങനെ കാണിച്ച്. ഗായ്സ്, അവിടെ ചെന്നിട്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. കാര്യം അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, അവർ ചിലപ്പോൾ ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും നോക്കണേ. ഇപ്പൊ സൺസെറ്റ് ആണ്, നമുക്ക് സൺസെറ്റ് കാണാം. ഇപ്പൊ തന്നെ സൺസെറ്റ് ആവും, അതിന് മുമ്പ് പോവാം.
തോന്നുന്നു. മൂൺ റൈസാ? സോറി ഗൈസ്, ഇറ്റ്സ് എ മൂൺ റൈസ്. ഞാൻ വിചാരിച്ചു സൺസെറ്റ് ആണ്, പക്ഷെ സൺസെറ്റ് അല്ല, അത് മൂൺ റൈസാ. അബിൻ ചേട്ടാ, is that sun or moon? That's moon. It's moon. I actually thought that it was sun. ഇപ്പൊ ഒരു തിമിംഗലൊക്കെ വന്നിറങ്ങി ഇടുവായനല്ലേ ഇങ്ങനെ ചാടി. അത് ബോട്ടാ? അത് ഷാർക്കായിരിക്കും. തിമിംഗലം അങ്ങനെയല്ല. What do you mean by തിമിംഗലം? It's called blue whale. ഡോൾഫിൻ. ഡോൾഫിന് മലയാളം പറ. ഡോൾഫിന് മലയാളം എന്തിട്ടാ? ഡോൾഫിന് മലയാളം എന്തുവാ? കമന്റ് സെക്ഷനിൽ അറിയാവുന്നവര് പറഞ്ഞു. തിമിംഗലം തന്നെയാ. തിമിംഗലം ബ്ലൂ വേല. അതും തിമിംഗലം അല്ല ഞാൻ പണ്ടേ അങ്ങനൊന്നല്ല. ഞാൻ പണ്ട് വരെ +2 ട്രിപ്പിന് പോയപ്പോ ഇടുക്കി ഡാമിൽ പോയിട്ടാ. ഒന്നും കാണാനില്ലേ. എന്നിട്ട് ഞാൻ എന്റെ കൂടെ നടന്ന ഫ്രണ്ട്സിനോടൊക്കെ പറയാ, ഡാം കെട്ടിക്കിടക്കണ വെള്ളത്തില് തിമിംഗലം ഉണ്ടാവും എന്റെ പപ്പ പറഞ്ഞേക്കണേന്നൊക്കെ പറഞ്ഞു. Oh, I miss those days. ആ ലൈറ്റ് ഹൗസാ. നമ്മള് ഇതിനു മുമ്പുള്ള വ്ളോഗിലൊന്നും കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഓ ശരിയാ, ഞങ്ങള് ലൈറ്റ് ഹൗസിൽ വരാൻ വേണ്ടിയിട്ട് വ്ളോഗ് എടുക്കാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് അത് ചിലരുടെയും കാറിന്റെ ഫോട്ടോഷൂട്ടായി മാറി. അത് കാരണം അന്ന് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. തുപ്പി കാണിക്കാം. അപ്പൊ ഇതാണ് ലൈറ്റ് ഹൗസ് വ്യൂ. ശരിക്കും തവിൻ്റെ അടീക്കോടെ, ലൈറ്റ് ഹൗസിന്റെ അടീക്കോടെ നടക്കാൻ നൈസായിരുന്നു. എന്താ പറയാ, നല്ല രസമുള്ള സമയത്തൊന്നും ഞങ്ങളൊന്നും ഷൂട്ട് ചെയ്യില്ല. പക്ഷെ ഒന്നും ഇല്ലാത്ത ദിവസം വന്ന് കുറേ ഷൂട്ടിങ് ചെയ്യും. അങ്ങനെയാണല്ലോ. ശരിക്കും അത് മൂൺ റൈസാ. മൂൺ പൊങ്ങി പൊങ്ങി പോണ്ട്. നോക്ക്, സൺസെറ്റ് കാണാറില്ലേ, സൺറൈസും കാണാറില്ലേ. മൂൺ റൈസ് ഞാൻ കാണിച്ച എൻ്റെ വന്നില്ലേ. ഞങ്ങള് ചായ കുടിച്ചിട്ട് മൗണ്ട് കീറ പോവാന്ന് വിചാരിച്ചിരിക്കാണ്. പക്ഷെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വരാനുണ്ടായിരുന്നു. കേട്ടല്ലോ ഷാജു. Guys, these are my family and I am telling about my best friend, okay? അപ്പൊ ഒരുത്തനോട് വരാനുണ്ട്. അവൻ അല്ലേലും ഞാൻ ഷിഫ്റ്റിന് പോവാ. ഞാനുള്ള ഇന്ന് ഫുൾ മൂണില് കഷ്ടപ്പെട്ടിരുന്ന പണിയെടുക്കും. ഈ മൈക്കിന്റെ അൺബോക്സിംഗിൽ ഞാൻ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റേ നോയിസ് ക്യാൻസലേഷൻ പുറത്ത് ഔട്ട്ഡോറിൽ പോയി ട്രാഫിക്കിലൊക്കെ നിന്ന് കാണിച്ചു തരാന്ന്. അതാണ് ഈ വീഡിയോ. അയ്യോ, അങ്ങനെയാണെങ്കിൽ മൈക്കിന്റെ കമ്പനിക്കാർ എനിക്ക് റീഫണ്ട് തന്നെ. അബിൻ ചേട്ടൻ ഇപ്പൊ വണ്ടി ഇടിച്ച് ചാവാൻ പോവാണ് ഗൈസ്. ചത്തില്ല. ഇനി നമുക്ക് നമ്മുടെ വണ്ടി പോയിട്ടോ അബിൻ ചേട്ടാ, that's what best friends tell about, അല്ല say about. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മളല്ലല്ലോ. ഞങ്ങളപ്പോ ചായ കുടിക്കാൻ പോവാണ്. ചായ കുടിച്ചിട്ട് എന്ത് ചെയ്യും? Oh my gosh, it will be so much of time. എനിക്ക് ഗ്രോസറി ഗ്രോസറി എന്തെങ്കിലും ഫുഡ് കഴിക്കണ്ടേ? ഇതൊരു ക്യാമ്പസ് ആട്ടോ, നമ്മുടെ ക്യാമ്പസ്, UOWയുടെ ഇന്നോവേഷൻ ക്യാമ്പസാ. ഈ സെം ഇവിടെ വരണം. ആണോ? എന്തിന്? എന്റെ പ്രൊജക്ട് എവിടെയോ? ഓ, അപ്പൊ നമ്മൾ അന്ന് ഇന്നോവേഷൻ ക്യാമ്പസിന്റെ ഒരു ടൂർ നടത്തുന്നതാണ്. അപ്പൊ നല്ല ചായയും മുട്ട പപ്സാന്ന് തോന്നുന്നു. മുട്ട ഇതുവരെ കിട്ടിയിട്ടില്ല. കഴിച്ചോണ്ടിരിക്കാം. നല്ല മൊരിഞ്ഞ പപ്സ്. എന്താ ഈ ഷാജന്റെ മടിയിലിരിക്കാൻ പോണ? ഗൈസ്, ഇതാണ് അലൻ സാബു. ഇൻസ്റ്റയിൽ
ജൂനിയർ സാബൂട്ടൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. ഇത് അവന്റെ കണ്ണടിയാണ്. ഹലോ അലൻ. ഹായ് അലൻ. ഗൈസ് ഞങ്ങളപ്പോ മൗണ്ട് കീറയുടെ റോട്ടിലാണ്. നേരത്തെ ഫൈനിന്റെ കാര്യം പറഞ്ഞ ആളാണ് ഇപ്പോഴും വണ്ടി ഓടിക്കണേ. എന്തൊക്കെയോ കത്തുണ്ട്, എന്തൊക്കെയോ കത്തി വേണമൊക്കെ വരുന്നുണ്ട്. ഇത് അതിരപ്പള്ളി റൂട്ടില് അതുപോലെ റൂട്ട്. അപ്പൊ അമ്മേ ഞങ്ങള് പോവാണ്. എത്താറായി ഓൾമോസ്റ്റ്. നമ്മുടെ നാട്ടിലെ പോലെ വീട് നമ്പറൊക്കെ നോക്കിട്ട് ഈ റോട്ടിന് 40 പോകാൻ പാടുള്ളത്, എന്തിന് 80 100 ഓടിയത്. ഇനി ഇവിടെ ഇവരുടെ പോകാനുള്ളത് എത്ര ചേട്ടൻ യൂട്യൂബ് ചാനൽ കത്തിക്കൂ. യൂട്യൂബ് ചാനൽ ഇന്ന് മുതൽ നിർത്തിക്കോളാം. വണ്ടിക്ക് സ്റ്റെബിലൈസേഷൻ ഇല്ല. സോറി, വീഡിയോ. ഗൈസ് ഞങ്ങള് നെറ്റ് ഒക്കെ പോയി. അപ്പൊ ഞങ്ങൾക്ക് പാട്ടൊന്നുമില്ല. ഇപ്പൊ തന്നെ എത്തും. എത്താറായി. 2-3 മിനിറ്റും കൂടെ ഉള്ളൂ. ഓ അവിടെ ചെന്നിട്ട് ഗൈസ് അപ്പൊ ഞങ്ങൾ മൗണ്ട് കീറയിൽ എത്തി. എന്തെങ്കിലും ഇങ്ങനെ പലരും പലതും പറയും, പക്ഷെ നമ്മൾ അങ്ങനൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല. അവന് ആകെ ഒരു ജാക്കറ്റ് ഉള്ളു. ആ ജാക്കറ്റ് കൊണ്ടോണ്ടോ ഞാൻ കണ്ടപ്പോ മുതൽ അവനിരിക്കുന്നത്. പിന്നെ ജനിച്ചപ്പോ പൊതിഞ്ഞെടുത്തതാ. ഗൈസ് നമുക്ക് പോയി നോക്കാം. വൈൽഡ് ആനിമൽസിനെ ഒന്നും നമ്മൾ പേടിക്കണ്ട, കാര്യം എന്റെ കൂടെ ഉണ്ടല്ലോ ഒരാൾ. പോരെ നട. ഓ ഗൈസ് നമ്മൾ എത്തി. ഞാൻ ഫസ്റ്റ് ഓസ്ട്രേലിയയിൽ വന്നപ്പോ കണ്ട ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ഇതായിരുന്നു. എൻ്റെ ഒരു ചേട്ടൻ ഇവിടെ ആദ്യം കൊണ്ടുവന്ന് വൊളങ്കോങ് കാണിച്ചു തരാന്ന് പറഞ്ഞു. കാര്യം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വൊളങ്കോങ് ഫുള്ള് കാണാൻ പറ്റാതാ. ഇതാണ് ഞങ്ങൾ നിൽക്കുന്ന വൊളങ്കോങ്. ഇവിടെ എന്ത് രസമാണ് ഇന്ന് ഇല്ലേ? എന്നൊരു പ്രത്യേക ഭംഗിയില്ലേ? സാധാരണ ഇങ്ങനെ ഇത്രയും ബ്രൈറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല എനിക്ക്. നമ്മള് നേരത്തെ വന്നിട്ടാ സാധാരണ പാതിരാത്രിക്ക് വരാറ്. 1 മണി 2 മണിക്ക് കണ്ടില്ല മിക്ക ലൈറ്റ്. നീ നോക്കിയ മൂൺ ലൈറ്റില് മറ്റേ സീ അടിക്കണത്, റിഫ്ലക്ഷൻ അടിക്കണത്, അത് സീ തന്നെയല്ലേ? അതെ 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 അതെ. ഇന്ന് കിട്ടിയോളേ. ഗൈസ് ഞങ്ങളപ്പോ ഇവിടുന്ന് പോവാറായി. ഞങ്ങള് പോവാണ്. നീ പോണില്ലേ? ഞാൻ പോണില്ല. ഇവൻ പോണില്ല. ഇവൻ നടന്നു വന്നോട് നമുക്ക് പോവാ. ഗൈസ് നാക്ക് വളഞ്ഞു ഓരോന്ന് പറഞ്ഞു. അത് അവിടെ തീരണം. അല്ലാണ്ട് പ്രായമുള്ളവരാണ് പ്രായം കുറഞ്ഞവരുടെ തെറ്റുകളൊക്കെ ക്ഷമിപ്പിക്കണ്ടേ. ചില പ്രായം കൂടി കാരണവന്മാരൊക്കെ അത് ക്ഷമിച്ചു തരണം. ഇതിൽ ഞാനില്ല. ഇതില് ക്യാമറമാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫ്ലാഷ് ബാക്ക്. അല്ല പോലെ വണ്ടി അടിക്കുന്നത്. ഒരു നിമിഷം ആലോചിച്ചു അവനെ എവിടെയാണോ ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്നറിയോ? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്നറിയോ? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അലന. A few moments later. ഗൈസ് അപ്പൊ ഞങ്ങള് ഓൾമോസ്റ്റ് ഇവിടെ ഫിനിഷായി. ഞങ്ങൾ പോവാണ്. ഇവിടെ കുറച്ച് വൃത്തികെട്ട പിള്ളേരൊക്കെ ഉണ്ട്. വൃത്തികെട്ട കൊച്ച് നമ്പർ 1, വൃത്തികെട്ട കൊച്ച് നമ്പർ 2 and വൃത്തികെട്ട കൊച്ച് നമ്പർ 3. സോ വി ആർ ഗോയിങ്. ചിലപ്പെങ്കിൽ ഞങ്ങൾ കോൾസിൽ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങിന്റെ വീഡിയോ ഉണ്ടാവും. പക്ഷെ സമയം ഭയങ്കര കുറവുള്ളൂ. ഇപ്പൊ തന്നെ സമയം എനിക്ക് 10:15 ഷിഫ്റ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ചിലപ്പെങ്കിൽ ഗൈസ് ഞാൻ വീട്ടിൽ പോവാണ്. അതില്ലെങ്കിൽ കോൾസിൽ വെച്ച് കാണാം. സോ ബൈ ബൈ. കാട്ടലാണ് കുഴപ്പമില്ല. ഞാനിപ്പോ ഇവിടുന്ന് പോവാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഗൈസ് അപ്പൊ പോവാണ്. ബൈ ബൈ. സൈനിങ് ഓഫ് ഫ്രം ദിസ് പ്ലേസ്. See you in the next place. Bye. തിരിച്ചു പോയി. അയ്യോ. ഇനി കുഞ്ഞ് എങ്ങനെ ഞെക്കിയാൽ മതി. ഇത് ഞെക്കിയാൽ മതി. കറക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഞെക്കിയാൽ മതി.
ഞങ്ങള് ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ഇങ്ങനെ പോവാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് കാണും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിവിടെ വന്നപ്പോ ബിലാലൂടെ ഉണ്ടായിരുന്നു. ബിലാൽ എന്ത് കണ്ടാലും ബിസിനസ് ഐഡിയ ആണ്, കൺസെപ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം ബിലാലുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യമാണ്. എന്നോ ഒരു ദിവസം ബിലാൽ ഉണ്ടായിരുന്നു. എന്നിട്ട് ബിലാൽ ഇവിടെ നിന്നിട്ട് ഷിപ്പ് വാങ്ങാം, അത്രയും ഭാഗമൊക്കെ വാങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. എല്ലാ ആരെ ഇവരാണോ? These guys are naughty, eh? അതാരാ പേരിട്ടെ? എന്റെ പേര് പറ്റിന്ന് ഐസ് നോക്കിന്ന്.